എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലൊരാളുടെ ബർത്ത്ഡേയും കൂടാണ്. നമ്മുടെ കുഞ്ഞിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ കുഞ്ഞിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഫ്രണ്ട്സ്, കുഞ്ഞി രാവിലെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ടായൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് അവൾ എന്നെ രാത്രി 12 മണിക്ക്, ഞാൻ ഉറങ്ങുമായിരുന്നു, രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചുണർത്തി എനിക്ക് സർപ്രൈസൊക്കെ തന്നായിരുന്നു, ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട്. അപ്പോൾ അതുപോലെ എനിക്കും കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാം പ്ലാനാക്കി റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ ഞാൻ ഡയറി മിൽക്ക് വരെ വാങ്ങിച്ച് വെച്ചതാണ്. അവൾ എനിക്ക് ഓരോരോ ഡയറി മിൽക്ക് തന്നെ. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ ഇത് കൊടുക്കാമെന്ന്, വാലന്റൈൻസ് ഡേയും കൂടെ അല്ലേ, അപ്പോൾ ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് കൊടുക്കാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ 12 മണിക്ക് മുന്നേ ഉറങ്ങുന്നുമില്ല, എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നത്. അങ്ങനെ ഞാൻ കിടന്നോണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഇവളാണെങ്കിൽ ഉറങ്ങുന്നില്ല. അങ്ങനെ അമ്മ പിടിച്ച് കിടത്തി ഉറങ്ങാൻ പറ. എൻ്റെ പ്ലാനൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അവൾ ഉറങ്ങുന്നില്ല. അങ്ങനെ ഞാനും ചേർന്ന് ഉറങ്ങി. 12 മണിയായിട്ട് ഞാനും എണീറ്റില്ല. അലാറം വെച്ചിട്ടുണ്ട്, ഞാൻ എണീറ്റതും ഇല്ല, എല്ലാം മറന്നുപോയി. പിന്നെ രാവിലെ ട്യൂഷനൊക്കെ പോയി. ഇപ്പോൾ സമയം വൈകിട്ടായി, അവൾ വരാറായി. അപ്പോൾ എനിക്കിത് അവൾക്ക് കൊടുക്കണം എങ്ങനെയെങ്കിലും. അപ്പം ഈ സർപ്രൈസായിട്ട് കൊടുക്കണമെന്ന് തന്നെ. അപ്പം എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തന്ന കണക്ക് സർപ്രൈസായിട്ട് അവൾക്ക് കൊടുക്കണമെന്ന് എനിക്കുണ്ട്. ഈ ഡയറി മിൽക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹാർട്ട് മധ്യത്ത് വരുന്ന ഡയറി മിൽക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി അത് അവൾക്ക് എങ്ങനെ കൊടുക്കുമെന്നാണ് അടുത്ത ആലോചന. അവളെ എന്ന് സ്കൂൾ വിട്ട് തന്നെ കഴിഞ്ഞാൽ ചോറ് കഴിക്കും. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറി മിൽക്ക് പ്ലേറ്റിലാക്കി അതിൻ്റെ മുകളിൽ ചോറിട്ട് വെച്ചേക്കാം. അപ്പോൾ അവൾ വന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് കറിയൊക്കെ ഒഴിച്ച് കഴിക്കട്ടെ. അപ്പോൾ അവൾ വിടുമ്പോഴത്തേക്ക് ഡയറി മിൽക്ക് കാണുമല്ലോ, അപ്പം അവളുടെ റിയാക്ഷൻ എന്തുവാ, അതാണ് എൻ്റെ പ്ലാൻ. അപ്പം നോക്കാം കേട്ടോ, അത് വർക്കൗട്ട് ആവുമെന്തോ. കാരണം ഈ പ്ലേറ്റിൽ ഇത് കൊള്ളുമോ ഫസ്റ്റ്, ഇതാണ് വേറെ പ്ലേറ്റ് എടുക്കേണ്ടത്. കാരണം എനിക്ക് തോന്നി, എഴുതാൻ വന്നപ്പോഴേ തോന്നി ഇതിൽ കൊള്ളത്തില്ല എന്ന്. അപ്പോൾ വേറെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഇത് വെച്ച് നോക്കാം. ഈ പ്ലേറ്റിൽ വെച്ച് നോക്കാം. ഇത് കൊള്ളുമെന്ന് തോന്നുന്നു. മതി, യെസ്, ഇത് മതി. അപ്പം ഇതിൻ്റെ മീതെ നമ്മൾ ചോറിട്ട് വയ്ക്കും. ഇപ്പോൾ അവൾ വന്നിട്ട് കഴിക്കുമ്പം എവിടുമ്പം തട്ടുമ്പം കാണട്ടെ. എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല. ഒന്നുകിൽ അവൾ ആദ്യമേ കണ്ടു ഇത്ര ചോറിട്ട് വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെടും. അവൾ കുറച്ച് ചോറ് കഴിക്കുന്നു. ഇത് മറയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തോനെ ചോറ് ഇടേണ്ടി വരും. അപ്പം ഡൗട്ട് അടിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ചെയ്യാം. കാണരുത്, ഒരു തുമ്പ് വീണാകാ. ഇല്ല, കാണുന്ന ഇപ്പം അറിയുന്നില്ലല്ലോ ഗൈസ്. ഇല്ലല്ലോ, ഇതെന്തേലും ഇത്ര ചോറോടെ കഴിക്കൂല. എന്തേലും ആവട്ടെ, അത് തന്നെ കഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്ന മതി ഇങ്ങനെ പറയാം. ഓക്കെ, സെറ്റ്. ഇത് വെച്ച ചോറ് തന്നെ എടുത്തിട്ട് മാറ്റല്ലേ, വെറുതെ വേറെ ചോറോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചോറ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിക്കട്ടെ. തട്ടുമോ ഇല്ല, ആദ്യത്തെ കുഴക്കിലൊന്നും കിട്ടത്തില്ല, ഞാൻ തോനെ ചോറിട്ടു ഇതിൻ്റെ അകത്ത്. അപ്പം സെറ്റ്. ഇപ്പം സമയം 4:15. അച്ഛൻ ഇപ്പം അവളെ വിളിച്ചുകൊണ്ട് വരും. ഇനി വൈകുന്നേരം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ആൾ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകും. പിന്നെ ആസ് യൂഷ്വൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകും. അത് കണക്ക് തന്നെ ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അമ്മയുടെ വീട്ടിലാണ്. എൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ചും അവളുടെ ബർത്ത്ഡേ വർക്കല വെച്ചുമാണ് ആഘോഷിക്കുന്നത്. പണ്ട് മുതലേ അങ്ങനെയാണ്. പിന്നെ ഒരു വർഷം അവളുടെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിച്ചത്. അത് പുതിയ വീട്ടിൽ ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവിടെ വെച്ച് അത് ആഘോഷിച്ച്. ബാക്കി എല്ലാ ബർത്ത്ഡേ അവിടെ വെച്ചും എൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത്. ഫ്രണ്ട്സ്, അവളുടെ സ്കൂള് വിട്ട് വന്നു. അപ്പോൾ അമ്മ അവൾക്ക് ഇവിടെ ചോറൊക്കെ റെഡിയാക്കി കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവളത് വന്ന് കഴിക്കും. ഡ്രസ്സ് മാറാൻ പോയേക്കുവാണ് ആൾ. അപ്പോൾ നമുക്ക് അവൾ കാണാത്ത ക്യാമറ ഒരിടത്ത് ഒളിപ്പിച്ച് വെക്കാം, എന്നിട്ട് അവളുടെ റിയാക്ഷൻ നോക്കാം. ഇതാർത്തി പറ ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് എൻ്റെ വായന അറിയാതെ വീണ് പോയി.
പൊട്ടിക്കട്ടെ തിന്നണം. കഴിച്ചോ? കൈ കഴുകുക. നല്ലപോലെ തുറക്കണേ, എനിക്ക് അതിന്റെ കവർ വേണം. സർപ്രൈസ് ആയാ? ഞാൻ നിനക്ക് ഇന്നലെ രാത്രി തരാൻ വെച്ചിരുന്നതാ. ഞാൻ നീ ഉറങ്ങിപ്പോയിട്ട പിന്നെ എടുക്കാൻ പറ്റിയില്ല. തള്ള തള്ള കൈ മറക്കാതെ അലിഞ്ഞു പോയി. ഇത്രയും നേരം ഫ്രിഡ്ജിലായിരുന്നു. എന്റെ കളക്ഷനിൽ ഒരു ഇതും കൂടായി. എനിക്ക് തൊണ്ട വഴിയുടെ ശബ്ദമൊക്കെ മാറി. എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായി. കാരണം ചേച്ചിക്ക് നമ്മൾ രാത്രി കൊടുത്തില്ലേ, എനിക്ക് തരുന്നുണ്ട്. പക്ഷെ തന്നില്ല, ഇപ്പോഴാണ് തന്നത്. ഞാൻ വെച്ച് രാത്രി അപ്പൊ പ്രതീക്ഷ പോയില്ലേ, ഞാൻ കൊടുക്കാൻ. അതുകൊണ്ടാണ് ആൾ ഇന്നലെ രാത്രി 12 മണിയായിട്ട് കിടന്ന് ഉറങ്ങാറില്ല. ഞാൻ ഓടിക്കാം. പക്ഷെ വിചാരിച്ചത് ഇവിടെ തരൂ. ഞാൻ മുമ്പ് പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്ക് SSLCക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയായിരുന്നു. അപ്പൊ ആ പൈസക്കാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. ഫ്രണ്ട്സ്, നമ്മുടെ സർപ്രൈസ് ചെറുതായിട്ട് പാളിപ്പോകാൻ സംശയമുണ്ട്. ഞങ്ങൾ ക്യാമറയൊക്കെ എടുത്ത് റെഡിയാക്കുന്നതിന് മുന്നേ ഇവള് ചോറ് തന്നെ വന്നെങ്കിരുന്നു. വെള്ളമൊക്കെ ആയിട്ട് വന്നിരുന്നിട്ടാണ് എല്ലാത്തും കൈ വെച്ച്. അപ്പൊ ആൾത്തോടെ കൈ വെച്ചപ്പോഴൊക്കെ മനസ്സിലായി സംഭവം. അപ്പം വീഡിയോ എടുത്ത്, പക്ഷെ അത് ഞാൻ വിചാരിച്ച അത്ര റിയാക്ഷൻ ഒന്നും ഇട്ടില്ല. ഒന്നാമത്തെ കാര്യം അവർക്ക് ചെറിയൊരു വയ്യായ്മയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് എങ്ങനെയുള്ളത് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ അത് ഞാൻ കൊടുത്ത്. അപ്പൊ കുഞ്ഞി സ്കൂളിലോട്ട് വന്നപ്പം കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റ്സ് ലൈവ്. ഇനി എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എല്ലാം കാണിച്ചു തരാം. ഫ്രണ്ട്സ് കുറെ ഗിഫ്റ്റ്സ് ഉണ്ട്, അതിലൊന്നും കാണിച്ചു തരാം. ആദ്യം സ്ലൈം. എനിക്ക് ചെറിയ പനിയായിരുന്നു കേട്ടോ, ശബ്ദമൊക്കെ പോയി, തൊണ്ടയിലേക്കായിരുന്നു. സ്ലൈം നന്ദന. 6 സീനുള്ളതാണ്. നമ്മൾ ഒപ്പനയ്ക്ക് പോയി കമ്പനി ആയതാണ്. അവളെ നന്നാണ്. പിന്നെ തുറക്കാണ്ട് ഇതിലാണ് ഫ്രണ്ട്സ് അനീഷ, റഫ്ന, സന, റിബി, നിരഞ്ജന, എല്ലാവരും, ആദ്യ തുറക്കാം. എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് തന്നുകൊണ്ട് ഹാർട്ടൊക്കെ വെച്ച് കലണ്ടർ വെച്ച് സ്റ്റാർ ആയിരുന്നു. അത് ബാഗ് ഹാപ്പി വാലന്റൈൻസ് ഡേ. You are the best. Happy birthday to you, Lena. February 14th, Friday. Always, you are my best friend. I miss you. എനിക്ക് പണ്ട് ഇതിന്റെ ഒരു ഓറഞ്ച് കളർ പാവ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇതിന്റെ ഓറഞ്ച് കളർ. അത് ഇത് കണ്ടപ്പോഴേക്കും അതാണ് ഓർമ്മ വന്നത്. ഇത് അകത്തിട്ടോ എഴുതിയിട്ടുണ്ട്. You are my best part of my life. I miss you. You are the best of my heart. You are the blush of my cheeks. Blush. Oh. You are the reason of my smile. I love you most. Happy birthday. Will take care of you first even if I have another million problems. Okay, yeah. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ
ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ കാണാൻ. ഇതിന്റെ ലോഗോ, പിന്നെ ഒരു പൗച്ച്, പിന്നെ പേരെന്തിനാണ് തലയിൽ ഇങ്ങനെ വെക്കുകയാണ്. പല കളറിലുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഒരു കാട് ഇതിനകത്തിരുന്നു, കാട് പോലത്തെ ഒന്നാണ്. അപ്പൊ നല്ല രസമുണ്ട്. ഞാൻ അവിടെ നമ്മൾ ചോക്കി എടുത്ത് മേടിച്ചു, അവൾക്ക് തന്നെ കാണിച്ചു. ഹാർട്ട് എന്തെങ്കിലും എഴുതാനുള്ളതാണ്. പിന്നെ വേറെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള എഴുതാൻ ഉള്ള ഒരു ഇത്. ഇഷ്ടമുള്ളല്ലേ. പിന്നെ ഇതിൻ്റെ അകത്താണ് ഇതൊക്കെ ഇരുന്നു, ആ ചെറിയ സ്റ്റിക്കേഴ്സ്. പിന്നെ ഈ സ്റ്റിക്കർ തന്നതായിരുന്നു, ഞാൻ എടുത്ത് പൊട്ടിച്ചു വെച്ചു. പിന്നെ ഇത് തലയിൽ പഫ് വയ്ക്കും, ഇവിടെ വെച്ചിട്ട് കൂടി അങ്ങനെ അതാണെന്ന് തോന്നുന്നു. ഇത് ഇളക്കിയിട്ട് വയ്ക്കണം, എനിക്ക് ഇവിടെ എല്ലാം കുരുങ്ങിയിരിക്കും. പിന്നെ അടുത്തത് ഇത് പിന്നെ ചെറിയൊരു ബുക്ക്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. പിന്നെ ഇതില്ലേ, പിന്നെ പാണ്ട ഇതെല്ലാം ഇല്ലേ കേട്ടോ, ഈ യൂട്യൂബും ഇതൊക്കെ ഈ ബോക്സിലായിരുന്നു. അടപ്പാണിത്. നല്ല രസമുണ്ടടി. പിന്നെ ഒരു മാല, നല്ല രസമുണ്ട്. ഈ ഗിഫ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. കഴുത്തിൽ കൂടെ കിട്ടാതെ പൊട്ടിക്കണ്ട, പറ്റുന്ന പിന്നെ രണ്ട് മാലിന്റെ കഴുത്തിൽ. പിന്നെ പിന്നെ കൊറേ മുട്ടായി ആയിരുന്നു, ഡയറി മിൽക്ക്, മിൽക്കി ബാർ ഒക്കെ തന്നെ. ഞാൻ അവിടെ നിന്ന് എന്റെ കഴിച്ചു, ഇന്റർവെല്ലിൽ എല്ലാവർക്കും കൊടുത്ത്, അതൊക്കെ തന്നവർക്കെല്ലാം കൊടുത്ത് ഞാൻ അത് കഴിച്ചു. അതൊക്കെ ഇനി ഇതെല്ലാം ഇവിടെ വെച്ച് സൂക്ഷിച്ചു എല്ലാം ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ബിരിയാണി കിട്ടി, ഉടുപ്പച്ച മേടിച്ചു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എന്താ ഹുഡി വരുന്ന ഒരു ഉടുപ്പ് വിടണമെന്ന്. അപ്പം ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ അമ്മയ്ക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്ത് അവള് കുറേ നേരം, ഞാൻ തുടക്കത്തെ കണ്ട ഉടുപ്പ് തന്നെ എടുക്കാൻ ചേച്ചി നല്ല ഇട്ടു. നിനക്ക് ഉടുപ്പെടുത്തില്ല. ആ നല്ലതല്ല. ഇതേത് സൈസ്? ഡബിൾ എക്സ്. ഇതിന്റെ എനിക്ക് ഇതെന്താണെന്ന് അറിയാമോ, ഇവക്ക് ഉടുപ്പെടുത്ത എനിക്കും അതല്ല. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പെല്ലാം എടുത്ത് കൊടുക്കും ഇടുന്നത്. എടി ഇതിന്റെ ഒന്ന് ഇതിലൊക്കെ ചേച്ചി എക്സൈറ്റ്മെന്റ് അടിച്ചിട്ട് കാണാൻ വേണ്ടി മേടിക്കുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ പറഞ്ഞേക്കുന്നത് മാമനും മാമനും ഇവിടെ ഇല്ല, അവർ രണ്ടുപേരും കോട്ടയത്ത് പോയേക്കുവാണ്. ഇവളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവർ രണ്ടുപേരും കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവർക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്, അവർ രണ്ടുപേരും എങ്ങും പോയിട്ടില്ല. അപ്പോൾ അവളുടെ വിചാരം ഇവിടെ ആരുമില്ല, മാമനും മാമി ഇല്ല എന്നാണ്. ആദ്യം പറഞ്ഞ് കണ്ണനെ കൊണ്ടുപോകുമെന്ന്, പിന്നെ അവൾക്ക് ഭയങ്കര വിഷമമായി കണ്ണനെയും കൂടെ കൊണ്ടുപോകുന്നു. പിന്നെ പറഞ്ഞ് മാമനും മാമി മാത്രമേ പോകുന്നുള്ളൂ.
അപ്പോൾ അതൊരു സർപ്രൈസാണ് അവൾക്ക് സംഭവം അറിയത്തില്ല. അപ്പം അതും കൂടെ കണ്ട് അവൾക്ക് രണ്ടാമത്തെ സർപ്രൈസാണ് ഇന്ന് കിട്ടാൻ പോകണം. അതിൻ്റെ റിയാക്ഷനും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ റൂമിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നൊന്നും അവൾക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ അമ്മയുടെ വീട്ടിൽ എത്തി. നമ്മൾ കേക്ക് വാങ്ങിച്ചത് റെഡ് വെൽവെറ്റ് ആണ്. താങ്ക് യു. അപ്പം ചേച്ചിയുടെ ഡ്രസ്സിൻ്റെ കളർ റെഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു കേക്ക് റെഡ് വെൽവെറ്റ് ആയിട്ട് ഈ ഉടുപ്പിടാം. ഇടാം. എൻ്റെ ഉടുപ്പ് ചേച്ചി കൊടുക്കും. ഫ്രണ്ട്സ്, മാമനും മാമിയും ഇവിടെ ഇല്ല. അവർ കോട്ടയത്ത് പോയെന്നാണ് അമ്മ പറഞ്ഞത്. മാമനും മാമിയും പറ്റിക കൊണ്ട് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം കഴിഞ്ഞ തൊട്ടോ ഇവർ കോട്ടയത്ത് പോകുന്നു പറഞ്ഞത് പറ്റിച്ചേ. ഇപ്പൊ ഡൗട്ടുണ്ട്. മാമ ഇങ്ങനെ ബാക്കിൽ നിർത്തിയതും അത്തി മൊത്തം പേടിച്ചു. മാമനും മാമിയും തന്ന ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഉടുപ്പെടുക്കാൻ പോയപ്പോഴേക്കും ട്രെൻഡ്സിലുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ അമ്മ ഉണ്ടാക്കിയ പഴം നുറുക്ക് പായസം കഴിക്കുകയാണ്. സാധാരണ നമ്മളെ ബർത്ത്ഡേക്ക് പായസം അല്ലേ കഴിക്കുന്നത്. ഇപ്പൊ ഇത് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് നോക്കാം. നല്ല മധുരമുണ്ട്. കേക്കും കൂടെ കഴിച്ചിരിക്കുന്നോണ്ട് പറ്റത്തില്ല. അല്ലാണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പപ്പടം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പൊ നമ്മള് അമ്മയുടെ വീട്ടിൽ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പൊ ജേസൺ ചേട്ടനും സൂര്യപ്പക്കീടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും കൂടി കേക്ക് വാങ്ങിച്ച് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ചേട്ടന് കേക്ക് വച്ചായിരുന്നു. അത് ഞാൻ ചേച്ചി കണ്ണും കൂടി തിന്ന് അങ്ങനെ ഒരു കേക്ക് വാങ്ങിച്ച് നമ്മൾ മുറിക്കാൻ വേണ്ടി പോവാണ്. ഇതൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ.